ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ രാവിലെ തന്നെ ബയോമെട്രിക്കൊക്കെ കഴിഞ്ഞ് അതേ ഇവിടെ വന്നേക്കാണ് റൂമിൽ. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാം. ബയോമെട്രിക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. നമ്മൾ നേരെ പോണത് ഹൈദരാബാദിലുള്ള ഇൻ ഓർബിറ്റ് മാളിലേക്കാണ്. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ മാള്. 1-2 കിലോമീറ്റർ ഉള്ളൂ. എങ്കിലും നമ്മൾ ഊബറിലാണ് പോണത്. വണ്ടി കയറി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അരമണിക്കൂറോളം എടുത്തുന്നേ ആ മാളിലെത്താനായിട്ട്. അത്രക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു. 1-2 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. പോരാത്തതിന് ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയും കാരണമൊക്കെ കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മാള് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇപ്പോൾ ഇതേ നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട്. മാളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എല്ലാ മാളിലും കയറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണല്ലോ, നമ്മുടെ ബാഗുകൾ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബോഡി ചെക്കപ്പ്, അങ്ങനെ ഫുള്ള് ഇതൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ മാളിലെത്തിയേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറേ നേരം ഇവിടെയൊക്കെ കറങ്ങാലോ. പിന്നെ മാത്രമല്ല പുറത്ത് നല്ല മഴ, അപ്പോൾ മാളായിരിക്കും സേഫ്. വലിയ മാളാണ്, നല്ല തിരക്കുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും ദിവസമായി നാട്ടിൽ വന്നിട്ട് ലുലു പോകാൻ പറ്റിയിട്ടില്ല. ഹൈദരാബാദിൽ വന്ന് മാളിൽ പോയത്. ഈ മാളിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത്. ഇതേ കണ്ടില്ലേ, അവിടെയാണ് ഇങ്ങനെ ബോഡിയൊക്കെ ചെക്കപ്പ് ചെയ്യണ ആ ഒരു ഭാഗം. ഇങ്ങനെ ഓരോരുത്തരെ ഫുള്ള് ചെക്ക് ചെയ്താണ്ട് അകത്തേക്ക് കയറ്റണത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോണത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കറങ്ങാലോ. അങ്ങനെ അതേ ഏറ്റവും മേളിലുള്ള ഫ്ലോറിലേക്കാണ് വന്നേക്കണത്. ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടിൻ്റെ ഓരോ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. പക്ഷേ എങ്കിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ഇതിൽ 2-3 റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ US ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ മാത്രമല്ല ഇവിടെയും ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, പോപ്പായ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് കണ്ടോ. ഇത് നമ്മുടെ അമേരിക്കയിലെ ഫ്രൈഡ് ചിക്കൻ കിട്ടണ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഈ പോപ്പായ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് കണ്ടത് ടാക്കോ ബെല്ലാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ US വെച്ചിട്ട് ഇഷ്ടമാതിരി ഫുഡുകളൊക്കെ നമ്മളങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബർഗർ കിങ്, അങ്ങനെ ചിലതൊക്കെ കോമൺ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും നമുക്കിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 1-2 ഫുഡുകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടോ. ഒരുപാടുണ്ടെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാളിൽ വന്നാൽ എന്താണ് നമുക്ക് ആകെ കൺഫ്യൂഷനായിരിക്കും ഏത് ഫുഡ് കോർട്ടിൽ നിന്ന് നമുക്ക് ഫുഡ് മേടിക്കണമെന്ന്. ഇങ്ങനെ ഫുഡുകളൊക്കെ അവരിങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മൾ ആദ്യം തന്നെ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാലഡും പിന്നെ അതുപോലെ തന്നെ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചൈനീസ് ഷോപ്പിൽ നിന്ന് ഒരു ചിക്കൻ നൂഡിൽസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷേ ഭയങ്കര ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നേ. വൗ ചൈനയിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളൊരു തന്തൂരി ചിക്കൻ്റെ ഒരു പ്ലേറ്ററും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെയായിരുന്നു. ഡ്രിങ്ക്സ് ആയിട്ട് നമ്മളൊരു കോക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിള്ളേർക്ക് ഇതേ പ്ലേ ഏരിയയിൽ പോകണമെന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു ഫുഡ് കോർട്ടിനോട് അടുത്ത് തന്നെയാണ് ഇതുള്ളത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിലെല്ലാത്തിലും കൂടി കൂടിയിട്ടുള്ള കോമൺ ടിക്കറ്റ് എടുക്കണമെന്ന്. ഒരു 1500-2000 രൂപ റേറ്റിലാണ് ഒരു ടിക്കറ്റ് റേറ്റ് പറയണത്. ഇപ്പോൾ നമുക്ക് ഒരു ഐറ്റത്തിൽ കയറണം അല്ലെങ്കിൽ 2 ഐറ്റത്തിൽ കയറണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഫുള്ള് ആയിട്ടുള്ള ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിൽ കയറണ്ടെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല അവർ 6 മാസത്തെ വാലിഡിറ്റി ഒക്കെ പറയുന്നുണ്ട് കാർഡിന്, നിങ്ങൾക്ക് ഇനി വരുമ്പോൾ ഉപയോഗിക്കാമെന്ന്. പക്ഷെ നമ്മൾ ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കയറണ്ടെന്ന് വിചാരിച്ചു. പിള്ളേർക്കാണെങ്കിൽ എല്ലാത്തിലും കയറാൻ വേണ്ട, ഏതോ 1-2 ഐറ്റത്തിൽ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ ആയിരിക്കും സാധാരണ ഇവിടെയൊക്കെ കയറാറുന്നതാണ് എനിക്ക് തോന്നണത്. ചില ഐറ്റംസ് ഒന്നും വർക്കിംഗ് അല്ലാട്ടോ, ഇങ്ങനെ ഓഫായി കിടക്കണേണ്. അങ്ങനെ പിന്നെ നമ്മളവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ അതേ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഫ്ലോറുകളും ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടാ. കൂടുതലും ഇങ്ങനെ ഷോപ്പുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരെ തന്നെ മാക്സ് പിന്നെ അതേ പാന്തലൂംസ് ഉണ്ടായി. നമ്മളങ്ങനെ ഈ ഒരു ഷോപ്പിൽ കയറി എന്തെങ്കിലും ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കയറിയത്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും US പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ട് പോകണം. അപ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ ഒന്ന് വാങ്ങിക്കാമല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ പാന്തലൂംസിൽ കയറിയത്. നമ്മളിവിടുന്ന് 1-2 ഐറ്റംസുകളൊക്കെ എടുത്തായിരുന്നേ. ഒരുപാടുണ്ട് കേട്ടോ. സാധാരണ മാക്സിൽ റിലയൻസിലൊക്കെ കയറുന്ന പോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു.
കുറച്ച് നേരം അങ്ങനെ കയറിയ നേരം കൊണ്ടൊന്ന് വീഡിയോയൊക്കെ എടുത്താണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് ഇതൊന്നും കണ്ടൊന്നും തോന്നിയൊന്നുമില്ല അല്ലേ. ഓരോ ഡ്രസ്സും ഞാനിങ്ങനെ ഓടി ഓടി എടുക്കണോണ്ടിട്ടെ പ്രത്യേകിച്ച് ഓരോന്നും എടുത്തെടുത്തൊന്നും കാണിക്കാൻ പറ്റില്ല, ഒരുപാട് വീഡിയോയും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ നടക്കണ വഴി ഒന്ന് ഓടിച്ചിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് ലേഡീസ് സെക്ഷനാണ്. ഇവിടെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ, ചുരിദാറുകളും കുർത്തീസുകളൊക്കെ. പക്ഷേ റേറ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. അങ്ങനെ നമ്മളിതേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ നടക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. കുറേ നമ്മൾ ചുറ്റിക്ക് ഇറങ്ങിയായിരുന്നു, എല്ലാം ഒന്നും ഞാൻ വീഡിയോയിലൊന്നും പകർത്തിയിട്ടില്ല. നമ്മളങ്ങനെ ഈ മാളിൽ നിന്ന് പോവുകയാണ്. കുറേയൊക്കെ നടന്നു, കുറച്ചൊക്കെ വീഡിയോ എടുത്തു. ഒരുവിധം രാത്രിയായി, 7 മണിയായി. നമുക്ക് സമയമുണ്ടെങ്കിൽ അടുത്ത സ്പോട്ടിൽ. മാളിൻ്റെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങി. മാളിൻ്റെ അകത്തിരുന്ന സമയം പോണതേ അറിയില്ല അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഹൈദരാബാദ് വന്നാലേ ഒരു സ്പോട്ടിലും കൂടി പോകാമെന്ന് വിചാരിച്ച് ഊബർ ഓട്ടാനാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ 8 മണി വരെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പൊന്ന് പോവാലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടേക്കൊന്ന് നടക്കാമല്ലോ. അങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത്. തൊട്ടടുത്ത് തന്നെയാണ് എങ്കിൽ പോലും നമുക്ക് വണ്ടിക്ക് തന്നെ പോകേണ്ടതായിട്ട് വരും. കാരണം വെച്ചാൽ നല്ല തിരക്കും ബ്ലോക്കും ഒക്കെയാണ്. പിന്നെ നമുക്ക് വഴിയൊന്നും അത്ര കറക്റ്റ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഊബർ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ്, ഒരു ഓട്ടോയിൽ നോക്കിക്കണ്ടേ മൊത്തം നിറച്ച് കുത്തിയാണ്ടോ ആൾക്കാർ. വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. ആ ഓട്ടോക്കാരനാണെങ്കിൽ കൊണ്ടുവന്ന് വഴിയിൽ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. ഇവിടെയാണ് പാർക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പാർക്കിൻ്റെ ഒരു പൊടി പോലും ഇല്ല. ഇവിടുന്ന് ഇനിയുണ്ട് 50 മീറ്ററോളം പോകാനായിട്ട്. പക്ഷെ എന്തോ അയാൾ അവിടെ കൊണ്ടുവന്നാണ് നിർത്തിയത്. നമ്മുടെ മാപ്പിൽ അങ്ങനെയാണ് കാണിച്ചതെന്നും പറഞ്ഞ്. ഏതോ ഒരു വിജനമായ വഴി കേട്ടോ. അവിടെയാണെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാന്നേ, ഒരു വഴിവിളക്കൂല, ഒന്നുമില്ല. ഒക്കെ ഫുള്ള് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയാണ്, എല്ലാം ഇങ്ങനെ അടഞ്ഞു കിടക്കണ ഒരു ഏരിയ. പിന്നെ നമ്മളവിടെ ആരോടൊക്കെയോ വഴി ചോദിച്ചു. ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചീനോട് വഴി ചോദിച്ചു. പിന്നെ കുറേ പോയപ്പോൾ വേറെ കുറേ പേരോട് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ നേരെ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നമ്മൾ നടന്നായിരുന്നു. ഒരു 500 മീറ്റർ അല്ല കേട്ടോ, അതിൽ കൂടുതൽ നമ്മൾ നടക്കേണ്ടതായിട്ട് വന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ പാർക്കിൽ എത്തിപ്പെട്ടത്. ഒരു ഉള്ളിലായിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത്. പക്ഷേ പാർക്കിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വരേണ്ടിയിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ടുള്ളൊരു പാർക്കൊന്നും ആയിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ല കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ക്ലോസ് ആവണ ഒരു ടൈമായല്ലോ, അതുകൊണ്ടായിരിക്കണം തിരക്കൊന്നും കാണാതിരുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഈ ഒരു നൈറ്റ് വ്യൂ അടിപൊളിയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് കാണാം. ഇങ്ങനെ ഗൂഗിളിലൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി, അതുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇത് ഇവിടുന്ന് നമ്മളിതേ ആ ഒരു പാലത്തിൻ്റെ അങ്ങോട്ട് കടക്കാനൊന്നും അവർ സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. അതിന് വേറെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കണവർക്ക് മാത്രമേ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോകണില്ല. പക്ഷേ ഈ സമയത്തും ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ഇങ്ങനെ വരുന്നതും പോണതൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ കാണാമല്ലോ എന്ന് വിചാരിച്ചു. അതിന് ശേഷം നമ്മളിതേ പിന്നെ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി വേറൊരു ഏരിയ ഉണ്ട് ആ ഭാഗത്ത് തന്നെ, അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും കുറേ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ വെളിച്ചം എന്ന് പറഞ്ഞൊരു സാധനമില്ല, ഒരു ലൈറ്റ് പോലും അവിടെ ഒന്നും ഇട്ടിട്ടില്ല. അത് കണ്ടില്ലേ, ഫുൾ ഇരുട്ടാണ്. കുറേ ആളുകൾ അവിടെ ഇവിടെ ഉണ്ട്, കുറേ പട്ടിക്കുട്ടികളെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ ആ ഒരു ബിൽഡിങ്ങൊക്കെ ആ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ഇല്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് ഈ രാത്രി തന്നെ വന്നാലുള്ളൂ നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുള്ളൂ, പകലൊന്നും ഇത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എന്തായാലും നല്ല രസമുണ്ട്. പക്ഷേ ഒരു പാർക്ക് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യണില്ല കേട്ടോ, ഒട്ടും വിളക്കുകളില്ല, ഒരു വൃത്തിയില്ലായ്മ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആളുകൾക്കൊക്കെ വരാൻ സാധിക്കും. എന്ത് അടിപൊളിയാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. പിന്നെ ബോട്ടിങ്ങും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു നേരത്തും ആളുകളൊക്കെ ബോട്ടിങ്ങിനൊക്കെ പോണതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇനിയിപ്പോൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ ഓരോരോ കപ്പിൾസുകൾ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം കണ്ടപ്പോഴൊന്നും ഇവിടെ ആളുകളെ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഫുൾ ഇരുട്ടല്ലേ. നമ്മളിങ്ങനെ നടന്ന് ഇതിൻ്റെ അടുത്ത് എത്താറോ നമ്മളെ കാണാം, അയ്യോ ഇവിടെ ആളുകളൊക്കെ ഇരിപ്പുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിനിയിപ്പോൾ അതേ ഊബർ ഓട്ടോയിൽ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ പോവുകയാണ്. നമുക്കിനി ബയോമെട്രിക്കിൻ്റെ വിശേഷങ്ങൾ പറയാം. നമ്മൾ രാവിലെ തന്നെ ബയോമെട്രിക്കിന് പോയി. നമ്മുടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റോളം ഉണ്ടായിരുന്നു അങ്ങോട്ട്. ഓട്ടോന് തന്നെയാണ് കേട്ടോ നമ്മൾ പോയത്. പോകുന്ന സമയത്ത് നമ്മൾ മൊബൈലോ അതുപോലെ തന്നെ പേഴ്സ്, വാച്ച് അങ്ങനത്തെ ഒരു ഐറ്റംസുകളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ആദ്യമേ തന്നെ നമുക്കറിയാം, നമ്മൾ ഇതിന് മുമ്പും ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 വർഷം മുമ്പ് നമ്മൾ വന്നപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് അറിയാം ഇതെങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അഡ്രസ്സ് എഴുതി കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഓട്ടോക്കാരന് തന്നെ നമുക്ക് അഡ്രസ്സ് കാണിച്ചു കൊടുക്കണ്ടേ, ഫോണിൽ അങ്ങനെ ഒന്നും നമുക്ക് കാണാതെ ഒന്നും അറിയില്ലല്ലോ അഡ്രസ്സ്. നമ്മളങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നേ. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിലുള്ള ആളുകളുടെ അത്രയും തിരക്കുണ്ടായിരുന്നു. കുറേ നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടതായി വന്ന് നമുക്ക് ഒരു സമയം അലോട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് എത്തിയാൽ മതിയെങ്കിലും നമ്മൾ ഇത്തിരി നേരത്തെ തന്നെ എത്തി. പറയാൻ പറ്റില്ലല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയെന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വന്ന് ക്യൂവിൽ നിന്ന് നമ്മൾ ആ ഓഫീസ് റൂമിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പിടിപിടിന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാം ഭംഗിയായി നടന്നു. ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.